വയസ്സിലിരിക്കുന്ന അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾ, എനിക്ക് അഭിമുഖമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ സാഷ്ടാംഗം ഡോക്ടർ സാംകുട്ടിജിയുടെ പ്രസംഗം കേട്ട് ഞാൻ അതിശയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു ചെറിയൊരു വരി ഞാൻ എടുത്ത് സംസാരിക്കാൻ പോകാം. ഒരാൾ മറ്റൊരാളേക്കാൾ വ്യത്യസ്തനാകുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ലോകത്ത് പെർഫോമൻസുകൾ വരുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റുള്ള വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? ഒരാൾ ജനിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ്, അയാൾ മരിക്കുന്നത് സമയം കൊണ്ടാണ്, അയാൾ മരണശേഷം അറിയപ്പെടുന്ന അയാളുടെ കർമ്മഫലം കൊണ്ടാണ്. താൻ തൻ്റെ മരണശേഷം കർമ്മഫലം കൊണ്ടാണ് അറിയപ്പെടുന്നത് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചു തുടങ്ങുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കും. ഞാൻ ആ രീതിയിൽ ചിന്തിച്ച് എൻ്റെ ജീവിതത്തെ മോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ എഴുത്തുകാരനായി വരിക അല്ലെങ്കിൽ എഴുത്ത് ജീവിതത്തിൽ പ്രവേശിക്കുക, ഇതെല്ലാം എൻ്റെ ആ ചിന്തയുടെ ഭാഗമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല, ഒരു പത്രമാധ്യമങ്ങളുടെ പിന്തുണയില്ല, ഒരു അവാർഡ് കമ്മിറ്റിയുടെ പിന്തുണയില്ല, ഒരു ജാതി മത രാഷ്ട്രീയ ഇതിന്റെ പിന്തുണയില്ല. 3.5 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ നിന്നുകൊണ്ട് 300 കോടിക്ക് സ്വീകാര്യമാകുന്ന പുസ്തകങ്ങൾ ലോകത്തെത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ മോൾഡ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ ഈ തൂലിക ചലിപ്പിക്കുമ്പോൾ എൻ്റെ ആത്മാഭിമാനം എന്നിൽ നിറയുന്നു. ഉണ്ണിബായി എന്നോട് പറഞ്ഞു, നമുക്ക് സമകാലിക നോവലും എഴുത്തുകാരൻ്റെ നിലപാട് നമുക്ക് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിവിടെ സംസാരിക്കുന്ന എൻ്റെ നിലപാട്, ഞാൻ ശരിക്കും പുസ്തകങ്ങളെ വൃക്ഷങ്ങളോടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. വൃക്ഷരൂപത്തിന്റെ ഉള്ളിൽ ഒരു വിത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വൃക്ഷരൂപം. ആ വിത്തിന്റെ ഉള്ളിൽ നിന്ന് വൃക്ഷങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? ഹെർബ്, ഷെർബ്, ട്രീസ്. ഹെർബ് ചെറുത്, ഷെർബ് അതിലും വലുത്, ട്രീസ് അതിലും വലുത്. നോവലുകളെ ഞാൻ ട്രീസ് എന്നാണ് വിളിക്കുന്നത്. കാര്യം ഒരു വിത്ത് ഉണ്ടാകുമ്പോൾ ആ വിത്തിൽ നിന്ന് എന്താണ് രൂപപ്പെടുന്നതെന്ന് ഈ പറയുന്ന നമ്മൾക്കും അറിയില്ല. നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഒരു വിത്ത് വന്ന് വീണാൽ ആ വിത്ത് എന്താകുന്നു? നമ്മളതിനെ ചിലപ്പോൾ കഥയാക്കുന്നു, ചിലപ്പോൾ അതിലും വലിയൊരു പുസ്തകമാക്കുന്നു, അല്ലെ അതിലും വലിയൊരു നോവലാക്കുന്നു. ഇതേപോലെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പുസ്തകവും വൃക്ഷങ്ങളും തമ്മിൽ വലിയൊരു ബന്ധം. ഓരോ വൃക്ഷങ്ങളും അതിന് ഭക്ഷിക്കാൻ കഴിയാത്ത കനികൾ പ്രസവിച്ച് നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മാങ്ങ പ്രസവിച്ച് മാവ് നമ്മളെ കാത്തു നിൽക്കുന്നു, ചക്ക പ്രസവിച്ച് പ്ലാവ് കാത്തു നിൽക്കുന്നു, ചാമ്പങ്ങ പ്രസവിച്ച് ചാമ്പ കാത്തു നിൽക്കുന്നു. അതുപോലെയാണ് പുസ്തകങ്ങളും. അതിന് സ്വയം വായിക്കാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ ഓരോ കനികളുടെയും ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് പോലെയുള്ള മധുരവും പുളിയും എരിവും എല്ലാം അതിങ്ങനെ ആരും കാണിക്കാതെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വൃക്ഷങ്ങളും പുസ്തകങ്ങളെ ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. ചിലര് നമ്മുടെ നാട്ടിൽ പറയും, ഒരു നന്ദിയില്ല ഈ ലോകത്ത്. ഞാൻ എന്തെല്ലാം ഉപകാരം ചെയ്തു കൊടുത്താൽ ആരും എനിക്കൊരു ഉപകാരം ചെയ്തു തരും. അവരോട് എനിക്കൊരു വാക്കേ പറയാൻ, നിങ്ങൾ നിങ്ങളുടെ വീടിന് മുന്നിലെ വൃക്ഷങ്ങളെ ശ്രദ്ധിക്കുക. അവർക്ക് കഴിക്കാൻ പറ്റാത്ത കനികൾ പ്രസവിച്ച് കാത്തു നിൽക്കുന്ന വൃക്ഷങ്ങൾ ചെയ്യുന്ന നന്മയൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഈ ലോകത്തിൽ. അതേപോലെ തന്നെ ഒരു കഥ എഴുതുക, കവിത എഴുതുക മുതലായുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഒരു മുത്തിച്ചിപ്പി എങ്ങനെയാണ് മുത്തിനെ പ്രസവിക്കുന്നത് നിങ്ങൾക്കറിയും. ഒരു മുത്തിച്ചിപ്പിക്കകത്ത് അറിയാതൊരു മണൽത്തേർ കയറും, ഒരു ചെറിയൊരു മണൽത്തരിയുടെ ഉള്ളിൽ കയറും. അതതിന് ഭയങ്കരമായ അസ്വസ്ഥത സൃഷ്ടിക്കും. അതിനെ പുറത്താക്കാനായിട്ട് അതൊരു ദ്രവം പുറപ്പെടുവിക്കും. ആ ദ്രവം ഉരുണ്ട് ആണ് ഈ മുത്തായിട്ട് രൂപപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാനും അനുഭവപ്പെടുന്നത്. എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു കഥാതന്തു വന്നാൽ അതിനെ അസ്വസ്ഥപ്പെടുത്തും. ഞാൻ ആ അസ്വസ്ഥപ്പെടുന്ന കഥാതന്തുവിനെ ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ നോവലായിട്ടോ പുറന്തള്ളാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുക്കുന്ന മഷികളുള്ളത് പുസ്തകങ്ങളിലൂടെയാണ് ഒരു മുത്തുച്ചിപ്പി പോലെ ഞാൻ അതിനെ ഒഴിവാക്കുന്നത്. ഇതേപോലെ ഓരോ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾക്ക് ഓരോത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മളൊരു നോവലിനെ കുറിച്ച് സംസാരിക്കുന്നതിനകത്ത് പ്രസക്തിയില്ല, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിക്കപ്പെട്ട ഒരു നോവലിനെ കുറിച്ചിട്ട് കഥാകാരനല്ല പറയേണ്ടത്, അത് വായനക്കാരാണ് പറയേണ്ടത്. പക്ഷേ എന്നാൽ നമ്മൾക്ക് ചില നോവലുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഇന്ന് ഒരു എഴുത്തുകാരൻ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതെന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്നുള്ള അവഗണനയാണ്. ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ അവഗണന നേരിടുന്നത് അവന്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്നായിരിക്കും. എന്തുകൊണ്ടാണ്?
സമൂഹത്തിന്റെ അടിമകളാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർ. അവർക്ക് ഒരു വ്യക്തിയും അവൻ സമൂഹത്തിൽ ഉന്നതനായിരിക്കരുത്, തന്റെ പിന്തുണ കൊണ്ട് ഉന്നതരായിരിക്കരുത് എന്നുള്ള ഭയങ്കരമായ ഒടുങ്ങാത്ത അവന്റെ സ്വഭാവ ദൂഷ്യത്തിന്റെ ഇരകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ എഴുത്തുകാരും. ഇവിടുത്തെ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 99% രാഷ്ട്രീയ അടിമകൾ. അവന്റെ കയ്യിൽ ആദ്യമേ തന്നെ അവൻ രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ വിലങ്ങണിഞ്ഞാണ് അവൻ നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അവന്റെ പോക്കറ്റിൽ ഇട്ടാൽ, അതിന്റെ ഒരു മുറിയെടുത്ത് പോക്കറ്റിൽ ഇട്ടാൽ അധികം കഴിയുന്നതിന് മുമ്പ് എന്റെ നിറം അവന്റെ ഹൃദയത്തിലേക്ക് പടരും. അവൻ എങ്ങനെയാണ് സത്യസന്ധനായ ഒരു എഴുത്തുകാരനാകാൻ പറ്റുന്നത്? ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിനെ നഗ്നനാക്കുന്നവനാണ് എഴുത്തുകാരൻ. അവൻ ഒരിക്കലും നഗ്നനാക്കാൻ പറ്റില്ല. അവൻ ഈ പറയുന്ന രാഷ്ട്രീയ അടിമത്തത്തിന്റെ ഏറ്റവും വലിയ ഒരു കുഴലൂത്തുകാരനായിട്ട് അർപ്പതിക്കുകയാണ്. ഇവിടുത്തെ എഴുത്തുകാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, അവന് 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, മാതൃഭൂമി ആഴ്ചപ്പതിക്ക് കഥ വരണം. രണ്ടാമത്, അവന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടണം. ഇവനെയൊക്കെ ഞാൻ വിളിക്കുന്നത് ഗോവിന്ദാപുരം എഴുത്തുകാരൻ എന്നാണ്. അതെ, ഇവന്റെ ഒന്നും ഒരൊറ്റ കൃതി ഗോവിന്ദാപുരത്തിന്റെ അപ്പുറത്ത് ഒരു കാലെടുത്ത് വെക്കത്തില്ല. ഇവനൊക്കെ ഇവിടുത്തെ വയലാർ അവാർഡ് മേടിച്ചാലും എന്ത് മേടിച്ചെന്ന് പറഞ്ഞാലും ഗോവിന്ദാപുരത്തിന്റെ ഗേറ്റിന്റെ അവിടെ വെച്ച് അവന്റെ കൃതി ചത്തു. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ 12 നോവലുകളിൽ 9 നോവലുകളുടെയും ഭൂമിക ഓരോ വിദേശ രാജ്യങ്ങളാണ്. ഓരോ വിദേശ രാജ്യത്തെ മനുഷ്യർ അവർക്ക് സമൂഹത്തിനേക്കാൾ ഉന്നതരായിട്ട് നിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. ഇന്ന് നമുക്ക് മലയാളത്തിൽ പുസ്തകം വായിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിദേശ രാജ്യത്ത് വിൽക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഈ പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ ഈ പുസ്തകങ്ങൾ ലോകത്തെത്തിക്കാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്, അത് ഫർണിഷ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 1.5 ലക്ഷം രൂപയുടെ DSLR ക്യാമറ മേടിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ എക്സ്പേർട്സിനെ വെച്ചിട്ടുണ്ട്. എന്തിനാ? എന്റെ ഗതികേടാണ് ഒരു എഴുത്തുകാരനായ എന്റെ ഗതികേട്. എനിക്കറിയാം ഓരോ നോവലുകളും ഇപ്പൊ ഒരെണ്ണം മറ്റേ വരുന്നത് ലണ്ടനിൽ നിന്നാണെങ്കിൽ, ഒരെണ്ണം അമേരിക്കയിൽ നിന്നാണ്, ഒരെണ്ണം റഷ്യയിൽ നിന്നാണ്, ഒരെണ്ണം ഇറ്റലിയിൽ നിന്നാണ്, ഒരെണ്ണം വെയിൽസിൽ നിന്നാണ്, ഒരെണ്ണം സ്കോട്ട്ലൻഡിൽ നിന്നാണ്. ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ അവിടെ പോയി തന്നെ ഭൂമി കണ്ടുപിടിച്ച് എഴുതുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയാം? മലയാളിയെ ഭയമാണ്, ഇത് വിൽക്കാൻ പറ്റത്തില്ല. ഈ പുസ്തകങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2027 എന്റെ പുസ്തകങ്ങളുടെ ടേൺ ഓവർ 2 കോടി രൂപയായിരിക്കും ഒരു വർഷം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. ഇവിടുത്തെ മലയാളിയെ നോക്കി, അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി കണ്ടോ, ഈ മാതൃഭൂമി ആഴ്ചപ്പതിൽ കണ്ടല്ലേ ഞാൻ എഴുത്തുകാരനായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാര്യം ചൈനയിൽ ബേസ് ചെയ്ത് ഞാനൊരു നോവൽ എഴുതി. ആദ്യം ആ നോവൽ എഴുതി തീരുന്നതിന് മുമ്പ് എനിക്കൊരു TV ഇന്റർവ്യൂ വന്നു. അത് ജയ്ഹിന്ദ് ചാനലിലാണ് വന്നത്. ജയ്ഹിന്ദ് ചാനലിൽ ഞാൻ വിചാരിച്ചു, ജയ്ഹിന്ദ് ചാനലിൽ അഭിമുഖം വന്ന ആര് കാണാനാണ്, ജയ്ഹിന്ദ് ആരും കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ജയ്ഹിന്ദ് ചാനൽ എന്ത് ചെയ്തു? എന്റെ അഭിമുഖം 1 മാസം 6 പ്രാവശ്യം സംപ്രേഷണം ചെയ്തു. ഈ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, തന്റെ പരിപാടിയൊക്കെ ഗംഭീരമാണ്, താൻ ഈ പുസ്തകം പ്രിന്റ് ചെയ്തെങ്കിലും പ്രസ്സിലേക്ക് വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യണം, പ്രസ്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ താൻ പിന്നെ ചൈനയിൽ പ്രവേശിക്കരുതെന്നോ. കാര്യം ആംസ്ട്രോങ് എന്ന് പറഞ്ഞ സ്റ്റീൽ ഡോറുകൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. പക്ഷേ ഞാൻ അല്പം ഒന്ന് പകച്ചു. കാര്യം എന്റെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, ഞാൻ ധാരാളം വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി ചൈനയ്ക്കാണ്. അവരെ കുറിച്ച് ഏതെങ്കിലും ഒരു നോവൽ പ്രസിൽ കയറിയാൽ നിമിഷങ്ങൾക്കായും ചൈനയ്ക്ക് അറിയാൻ പറ്റും. ഞാനൊന്ന് പകച്ചിട്ട് 2 വർഷത്തേക്ക് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പക്ഷെ അതിനുശേഷം എന്റെ ഉള്ളിൽ വീണ്ടും പറഞ്ഞു, നീ എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? പ്രസിദ്ധീകരിക്കാൻ പറയുന്ന രീതിയിൽ എന്റെ ഉൾക്കടമായ ഒരു വികാരം എന്നെ മൂടി. ഞാൻ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. എന്താണെന്നറിയാം പുസ്തകത്തിൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് 2.5 വർഷം നമ്മൾ മാസ്ക് ധരിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ മാസ്ക് ധരിച്ചത്? 180 രാജ്യങ്ങളുടെ മൗനമാണ് നമ്മളെ മാസ്ക് ധരിപ്പിച്ചത്. അതിന്റെ കാര്യം വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സേഫ്റ്റി ലെവൽ 4 ഇല്ല എന്ന് അമേരിക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ 150 രാജ്യങ്ങൾ മൗനം പാലിച്ചു. എന്തിന്? കച്ചവടം. HIV-ക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ലോകത്ത് എല്ലാ രാജ്യങ്ങളും മത്സരിച്ചപ്പോൾ ചൈനയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു തന്റെ രാജ്യമായിരിക്കണം അതാദ്യം കണ്ടുപിടിക്കുന്നതാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ഹുനാൻ പ്രവിശ്യയിലെ ഹോഴ്സ് ഷൂ ബാറ്റുകൾ, കാര്യം കുതിര കുളമ്പടി പോലെയുള്ള വവ്വാലുകളിൽ അവർ പരീക്ഷണം നടത്തി. അവസാനം ഓരോ ദിവസവും ചൈനീസ് ഭരണകൂടം അവരെ വിളിച്ച് ചോദിച്ചു, HIV-ക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന ആദ്യത്തെ രാജ്യം നമ്മുടെ രാജ്യത്തിലെ തീർച്ചയായും ആവുമെന്ന് അവർ ഉറപ്പ് കൊടുത്തിട്ട് അവസാനം അതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇറങ്ങി വന്ന എന്താണെന്നറിയാം? ക്രൗൺ ലൈറ്റ് സ്ട്രക്ചർ ഉള്ള ഒരു കൊറോണ. അല്ലാതെ HIV-ക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് HIV-ക്കെതിരെയുള്ള ഈ മഹാരഥന്മാർ ഇവിടെ സ്റ്റാർ വാർസ് ഉണ്ടാകാൻ തോന്നുന്നുണ്ട്? എന്തുകൊണ്ട് HIV-ക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? അത് ദൈവത്തിന്റെ തീരുമാനം.
കുത്തഴിഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയെങ്കിലും മനുഷ്യൻ ഭയപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് HIV-ക്കെതിരെയുള്ള ശാശ്വതമായി ഒത്തിരി പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എറണാകുളത്ത് കണ്ടുപിടിച്ചിട്ട് 10-15 വർഷമായല്ലോ. എന്തായിരുന്നു പരിപാടി? HIV-ക്കെതിരെയുള്ള മരുന്ന് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ നിന്ന് പരമാവധി പൈസ മേടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഇതെടുത്ത് രക്തം എടുത്തിട്ട് പോകുമ്പോൾ വഴി വെച്ചിട്ട് രക്തം മാറ്റി. അങ്ങനെയാണ് ഫെയർ ഫാർമ എന്ന് പറഞ്ഞിടത്തും വലിയ കോടീശ്വരനാണ്. അവന്റെ വീടിന്റെ പേര് വൈറസ് മജീദ്. ഇതേപോലുള്ള രീതിയിൽ നമ്മൾ കണ്ടെങ്കിലും ഈ ചൈനയിൽ പറയുന്നത് അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് എക്സ്പീരിയൻസിന്റെ ലാസ്റ്റ് മൊമെന്റിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? കൊറോണ വൈറസ് വന്നു. ഈ കൊറോണ വൈറസ് വന്നപ്പോൾ അവർ പറഞ്ഞു, ഭരണകൂടത്തിലേക്ക് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, നമ്മൾക്ക് ഏറ്റവും നല്ല ബയോ വെപ്പൺ കിട്ടിയിരിക്കുന്നു. ഏത് വിദേശ രാജ്യത്തെ നമ്മൾ അതിരഹസ്യമായി കൊല്ലാൻ പറ്റുന്ന ഉമിനീരിൽ കൂടെ പടരുന്ന ഏറ്റവും വലിയ ബയോ വെപ്പൺ. ഈ ബയോ വെപ്പൺ എന്ത് ചെയ്യുന്നു? ഹുനാനിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട അവർക്ക് അവിടെ ഒരു ചെറിയ ലാബ് ഉണ്ടെങ്കിലും അത് അവിടെ വെക്കാൻ സുരക്ഷിതമല്ലെന്ന് വിചാരിച്ചിട്ട് അതെന്ത് ചെയ്തു? അത് ഇപ്പുറത്തെ ഇതിലേക്ക് ലാബിലേക്ക് മാറ്റുമായിരുന്നു. ആ ലാബിൽ നിന്ന് എങ്ങനെ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള വെറ്റ് മാർക്കറ്റിലെത്തി. ഈ വെറ്റ് മാർക്കറ്റിലേക്ക് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് താഴെ പോകുമായിരുന്നെങ്കിൽ അത് ലോകത്തെത്തുമായിരുന്നു. അതിന് അമേരിക്ക പറയുന്ന പേര് 0 പേഷ്യന്റ് എന്നാണ് ആ വ്യക്തിയെ. ഇതേ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾക്ക് എന്ത് പറ്റി? ഇതൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന്. നമ്മുടെ പോയത് എന്താണ്? എന്റെ മാസവരുമാനത്തിൽ 2.5 ലക്ഷം രൂപയുടെ ഇടിവ് സംഭവിച്ചു കോവിഡ് വന്നുകൊണ്ട്. എന്റെ ഏറ്റവും 75 ലക്ഷം പേർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് എന്റെ നോവൽ എഴുതിയിരിക്കുന്നത്. 1.5 കോടി ജനങ്ങളെങ്കിലും ഈ ലോകത്തുനിന്ന് വാഷ് ഔട്ടായി. ഇതെല്ലാം നമ്മൾ വിചാരിച്ച് ചൈന കാണിക്കുന്ന തോന്നിയവാസനൊക്കെ നമുക്ക് എങ്ങനെ ബാധിക്കുമെന്ന്. പക്ഷെ ബാധിച്ചില്ലേ? 2-2.5 വർഷക്കാലം നമ്മൾ ഈ കോവിഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അന്ന് ഈ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സേഫ്റ്റി ലെവൽ 4 ഇല്ല എന്ന് അമേരിക്ക വിളിച്ചു പറഞ്ഞപ്പോൾ ഈ 150 രാജ്യങ്ങൾ ചോദിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ 2.5 വർഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബിസിനസ് ഇല്ലാതാകത്തില്ല. 2019 എന്നതിന് ഉള്ളതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ നിങ്ങൾക്കറിയുമോ? COVID-19 പൊട്ടിപ്പുറപ്പെട്ടത് 2019 ഈ 2019 തന്നെയാണ് ചൈന ഒയ്ഗർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടെന്ന് ലോകത്തോട് സമ്മതിച്ചത്. അതുവരെ മുഴുവൻ ചൈന കള്ളത്തരം കാണിക്കുമായിരുന്നു. 10 ലക്ഷത്തോളം ഒയ്ഗർ മുസ്ലിങ്ങൾ ചൈനയിൽ തടവി കിടപ്പുണ്ട്. അവരുടെ പാകമായ കംപ്ലീറ്റ് ശരീര അവയവങ്ങൾ എടുത്ത് ചൈന വിൽക്കുകയാണ്. ഇതേപോലെയുള്ള പുസ്തകമാണ് എൻ്റെ ചൈനയെ കുറിച്ചുള്ള വന്മതിനുള്ള ദൈവം ശാപം വയ്ക്കുന്നത്. ഈ പുസ്തകം അടുത്ത വർഷം ഞാൻ അമേരിക്കയിൽ ലോഞ്ച് ചെയ്യും. ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും വായനക്കാർ കള്ളന്മാരാണ് ഈ കേരളത്തിലെ വായനക്കാർ. പക്ഷേ ലോകത്തിലെ വായനക്കാരുണ്ട്, സത്യസന്ധരായ വായനക്കാരുണ്ട്. അവർ ലോകത്തിന്റെ മുന്നിൽ ഒരു പുസ്തകം വായിച്ചാൽ അത് സത്യമാണെന്ന് വിളിച്ചു പറയും. ഇവിടെ ആദ്യമേ ഒരുത്തം പുസ്തകം വായിച്ചപ്പോൾ ഇടദോഷക്കാരനാണോ? അങ്ങനെയാണ് ഞാൻ ഇടദോഷക്കാരൻ, അവന്റെ പുസ്തകം നല്ലതാണ്. മറ്റവൻ കോൺഗ്രസ്സുകാരനാണ്, അവൻ പറയും കോൺഗ്രസ്സുകാരന്റെ പുസ്തകം നല്ലതാണെന്ന് പറയും. സത്യസന്ധമായിട്ട് ഇവിടെ ഒരു പുസ്തകം വായിച്ചിട്ട് വിലയിരുത്തുന്ന എത്ര മനുഷ്യരുണ്ട് ഈ ലോകത്ത്? അതേപോലെ തന്നെ 13 വയസ്സുള്ള പെൺകുട്ടികളുടെ ഗർഭപാത്രം ചവിട്ടി ഇത് ചെയ്യുക, ആണുങ്ങളുടെ പിന്നിലും പെണ്ണുങ്ങളുടെ മുന്നിലും മെഴുകുതിരി കത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് അവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകാനുള്ള ഇതെടുത്ത് ഒപ്പിടാൻ വെച്ചിട്ട് അവർ പറയുന്ന ഈ കത്തി വരുന്ന വെളിച്ചത്തിന്റെ പേരെന്താ പറയുക? സ്വാതന്ത്ര്യത്തിലേക്കുള്ള വെളിച്ചം. ഇങ്ങനെ അതിഭീകരമായ മനുഷ്യാവകാശ ദംശനം നടക്കുന്ന ചൈനയെ കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകമാണ് വന്മതിനുള്ളിൽ ദൈവം ശാപം വിതയ്ക്കുമ്പോൾ. 8 മാസം എടുത്ത് ഞാൻ ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ. ഈ കഴിഞ്ഞ ദിവസം 4 വർഷം ഷിൻജിയാങ് പ്രവിശ്യയുടെ തൊട്ട് സൈഡിൽ താമസിച്ചിരുന്ന ഡോക്ടർ സുമതി അച്യുതനും ഹസ്ബൻഡും എനിക്കൊരു വലിയ കുറിപ്പ് അയച്ചിട്ടുണ്ട്. തുളസിദാസിന്റെ പുസ്തകം വായിച്ചിട്ട് അത്ഭുതപ്പെടുന്നു. ഞങ്ങൾ ചൈനയിൽ ഇത്രയും വർഷം താമസിച്ച് ഞങ്ങൾക്ക് ഇത്രയും ഡേറ്റാസ് കിട്ടിയത്. എനിക്കവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ എഴുതിയത്. ഞാൻ ഈ നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 3 ടൺ ഹെയർ പിടിച്ചു അമേരിക്കയിൽ. അപ്പോൾ അമേരിക്ക ചൈനയോട് ചോദിച്ചു ഇതെന്ത് ഹെയർ ആണെന്ന് ചോദിച്ചു. അപ്പൊ ചൈന പറഞ്ഞത് സിന്തറ്റിക് ഹെയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ പരീക്ഷണത്തിൽ വ്യക്തമായത് ഒയ്ഗർ മുസ്ലിങ്ങളെ തലയിൽ നിന്ന് കട്ട് ചെയ്ത കംപ്ലീറ്റ് തലമുടിയായി. ഇതുപോലെയുള്ള അവിടെ ഷിൻജിയാങ് പ്രവിശ്യയിലെ നമ്മുടെ മറ്റേ ഓടിപ്പോകുന്ന ബസ്സിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ താടിയും മീശയും ഉള്ളവർക്ക് ആ ബസ്സിൽ പ്രവേശനമില്ലാന്ന് എഴുതിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് താടിയും മീശയുള്ളത് അവന്റെ അച്ഛന്റെ അമ്മയുടെയും ഗുണങ്ങള. ചൈനക്കാരന് മീശയും താടിയില്ല പോയത് അവന്റെ കാര്യ ജനിത ഇതാണ്. അതിനെന്തിനാണ് വല്ലവരെയും കുറ്റം പറയുന്നത്? ഇതുപോലുള്ള പുസ്തകങ്ങൾ, അതുപോലെ ഞാൻ പറഞ്ഞു എന്റെ ചെറിയൊരു പുസ്തകമുണ്ട്, ഡാഡി സ്കൂൾ ഉണ്ണിവായൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. ഞാൻ എന്തുകൊണ്ടാണ് എഴുതിയെന്നറിയോ?
നമ്മൾ ഒരിടത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ വഴിയുടെ സൈഡിൽ ഇഷ്ടം പോലെ പൊതുയോഗങ്ങൾ നമ്മൾ കാണും. രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗം കാണും, മതങ്ങളുടെ പൊതുയോഗം കാണും, ജാതിയുടെ പൊതുയോഗം കാണും. നമുക്ക് രാവിലെ പ്രഭാതം തരുന്ന സൂര്യന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പൊതുയോഗം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ താങ്ങി നിൽക്കുന്ന മണ്ണിന് നന്ദി പറയുന്ന ഒരു പൊതുയോഗം നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ വൃത്തിയാക്കുന്ന വെള്ളത്തിനൊരു നന്ദി പറയുന്ന പൊതുയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യമേ നിങ്ങൾ പ്രകൃതിയെ പഠിക്കും, അതിനുശേഷം നിങ്ങൾ ഊട്ടിയും കൊടൈക്കനാലും പോകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഡാഡി സ്റ്റോർ എന്ന പുസ്തകം എഴുതിയത്. അങ്ങനെ ഇന്ന് ബിഗ് സെല്ലറാണ് ഇംഗ്ലീഷിലത്. ഞാൻ ഒരിക്കലും അതാണ് ഞാൻ പറഞ്ഞത്, മലയാളത്തിൽ അതിന് വായനക്കാരെ കുറവായിരുന്നു, പക്ഷെ ഇംഗ്ലീഷിൽ അത് ഗംഭീര കച്ചവടമാണ്. അതേപോലെ തന്നെ ഞാൻ അധിക സമയം എടുക്കത്തില്ലേ, ഇതുപോലെയുള്ള നോവലുകളെ കുറിച്ചിട്ട് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു പബ്ലിഷറും നമ്മുടെ സഹായത്തിന് നിൽക്കുന്നതല്ല. അതൊരു തമാശ പറയുമ്പോൾ ഒരു കന്യാസ്ത്രീ മറ്റേ ഇതിന് മേളിൽ നിന്ന് വെളിയിലോട്ട് ചാടിയപ്പോഴത്തേക്ക് അവിടെ DC ബുക്സുകാർ നിൽക്കുന്നത് അതുപോലെ തിരിച്ചു ചാടിയെന്ന്. കാര്യം അല്ല, ഒന്നും വേണ്ട, ഒരു കന്യാസ്ത്രീ മടത്തിന് കന്യാസ്ത്രീ പുറത്തോട്ട് ചാടിയിട്ട് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ DC ബുക്സുകാരുടെ മുന്നില്ല, പക്ഷെ അത് തിരിച്ച് അതിന് ചാടിയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ ഗതികളാണ് കന്യാസ്ത്രീക്ക് പിന്നെ വരാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ കാര്യം എല്ലാവരുടെയും വിചാരം നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കോട്ടയത്തെ DC ബുക്സുകാരുടെ കയ്യിലോട്ട് ചെന്നാൽ DC ബുക്സുകാരെ നമ്മളെ ഗുണം വരുത്തുമെന്ന് വിചാരിക്കും. 70 വയസ്സുള്ള വല്യമ്മ ഒരു പുസ്തകം കൊടുത്താൽ 72ാം തീയതി പ്രൊമോഷൻ ഇറങ്ങിക്കോണം. ഒറ്റ ഒന്നതിനെ വീട്ടിലിരിക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളൊരു പുസ്തകം ചെയ്തു, ആ പുസ്തകത്തിന് ഒരു 2 വർഷം കൊണ്ടാണ് അതിന് 2ാം പതിപ്പ് ഇറങ്ങിയെങ്കിൽ പിന്നെ അവനത് അടിക്കത്തില്ല. കാര്യം 1ാം പതിപ്പ് ഇഷ്ടം പോലെ പെട്ടെന്ന് പെട്ടെന്ന് നിൽക്കുന്ന കന്യാസ്ത്രീയുടെ പുസ്തകം നിൽക്കുമ്പോൾ തന്റെ റോൾ അടിക്കപ്പെടും, വേറെ പണി പോയി നോക്കപ്പെടുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിനകത്ത് എഴുത്തുകാരായിട്ടുള്ള ഒരു ധാരാളം പേരുണ്ട്. ഞാൻ പറയുന്നത്, ലോകത്തിന് സ്വീകാര്യമെന്ന പ്രമേയങ്ങൾ സ്വീകരിക്കുക, ലോകത്തിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ എഴുതുക. ഇന്ന് പണ്ട് മനോരമയിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. ഇന്ന് മനോരമയുടെ വാർത്ത ചാലക്കുടി പാലത്തിനപ്പുറത്തോട്ട് പോയില്ല. അതേസമയം ഇന്ന് തോപ്പറാങ്കുടിയിലുള്ള ഒരു വലിയ നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്ന ഒരു റീലിട്ടാൽ ഒരേ സമയത്ത് ലോകം മുഴുവൻ കാണുവാണ്. നിങ്ങളുടെ പുസ്തകങ്ങളുടെ കണ്ടന്റുകൾ നിങ്ങൾ മാർക്കറ്റ് ചെയ്യൂ. നിങ്ങളെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കച്ചവടമാണ് പുസ്തകം. ആ പുസ്തകത്തിനകത്ത് എന്താണെന്നുള്ളതിന്റെ കണ്ടന്റ് ലോകത്തെ അറിയിക്കാൻ ഇന്ന് ഒരു മനോരമ വേണ്ട, ഒരു മാതൃഭൂമിയും വേണ്ട, ഒരു DC ബുക്സും വേണ്ട. ഇന്ന് നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഒരു റീലിട്ടാൽ, ഞാൻ ആകെപ്പാട് ഈ ജനുവരി 1 മുതലാണ് എന്റെ പുസ്തകങ്ങൾ മാർക്കറ്റ് ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം കാരണം ഞാൻ 30 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ ഞാനത് പുറം ലോകത്തെ കാണിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ നിന്ന് 31 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ പുസ്തകങ്ങൾ ഈ 31 പ്രകാശിപ്പിച്ചത്. ഈ ശബദം എന്ന് പറഞ്ഞ തൂലികാനാമം എടുക്കുന്നതിന് മേലെ ഒരാളോട് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ സർവാധത്തിൽ ഞാൻ ഉണ്ണിവായുടെ ശരിയല്ലേ ഉണ്ണിവേ? ശബദം എന്ന് പറഞ്ഞ തൂലികാനാമം ഞാൻ എടുക്കട്ടെ എന്ന് നമ്മളൊരു തമ്മിൽ മാത്രമല്ലേ സംസാരിച്ചിരിക്കുന്നത്? അതെ. എന്തുകൊണ്ടാണെന്നറിയാം, എന്റെ പേര് തുളസീദാസനാണ്. ഈ തുളസീദാസ് പറഞ്ഞിരിക്കുന്ന ഞാൻ അഡ്വർടൈസിങ് കമ്പനി നടത്തുന്നത് 25 വർഷമായി. എന്റെ കമ്പനിക്ക് ബോർഡില്ല, നിങ്ങൾക്ക് ഒന്ന് നോക്കാം, അതെന്റെ പോളിസിയാണ്. ഒരു ബോർഡില്ലാതെ 25 വർഷം എന്റെ കമ്പനി നടത്തുക എന്നുള്ള അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ എഴുത്ത് വഴികളിൽ ഞാൻ പ്രവേശിക്കുന്നത്. ഈ ശബദം എന്ന് പറഞ്ഞ ശങ്കരപ്പണിക്കർ തുളസീദാസ്, ശങ്കരപ്പണിക്കരുടെ അച്ഛനാണ്. അച്ഛൻ വന്നതിന് ശേഷമാണ് തുളസീദാസ് വന്നത്. ഇത് രണ്ടുകൂടെ ചേർത്ത് വെക്കുമ്പോഴത്തേക്കാണ് ശബദം എന്ന് പറഞ്ഞ പേര് കിട്ടുന്നത്. അത് ഞാൻ മാത്രമേ കാണാവൂ. കാര്യം വ്യത്യസ്തനായ വ്യക്തികളെ സൃഷ്ടിക്കുന്നതാണ് ദൈവത്തിന്റെ ഹോബി. ഒരാളെ സ്നേഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം അയാളുടെ മുന്നിൽ വരുന്ന വ്യക്തി ഈ ലോകത്ത് ആ രൂപത്തിലുള്ള ഏക വ്യക്തിയാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സ്നേഹിക്കാം. വെറും നമ്മുടെ ഈ കൈവെള്ളയിലുള്ള കുറച്ച് വെറും ലൈനുകൾ മാത്രം വ്യത്യസ്തനാക്കാൻ ദൈവം എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ വ്യത്യസ്തതയുള്ള ലോകത്ത് എനിക്ക് ഒരു വ്യത്യസ്തനാകണം. ശബദം എന്ന് പറയുന്നത് വണ്ണം വെള്ളി എഴുത്തുകാരനായിരിക്കണം ലോകത്ത്. അത് 5 പേരറിയോ 10 പേരറിയോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. അതേപോലെ അതുകൊണ്ടാണ് ഞാൻ ആ പേര് സ്വീകരിച്ചത്. എന്റെ എല്ലാ പുസ്തകങ്ങളുടെയും മേലെ ദൈവത്തിന്റെ ഒരു ഗോഡ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലുണ്ട്. അതും നിങ്ങളോട് ഞാൻ പറയാം. ഈ ലോകത്ത് ഭാഷയുണ്ടായ കാലം മുതൽ ഒരാൾ എഴുതിയത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ദൈവം നിതാന്ത ജാഗ്രതയിലാണ്. ദൈവം എന്ന് പേര് വിളിക്കുന്നതിനെ എനിക്കിഷ്ടം അദ്ദേഹത്തെ വിളിക്കുന്ന ജാഗ്രതക്കാരനാണ്. പ്രപഞ്ച ജാഗ്രതക്കാരൻ എന്ന് പറയുന്ന പേര് വിളിക്കാനാണ് എനിക്ക് ദൈവത്തെ ഇഷ്ടം. നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്ത് 1,00,000 കുട്ടികളെ കൊണ്ടുവന്നിട്ട് ആന എന്ന് പറഞ്ഞൊരു കഥ എഴുതാനായിട്ട് നിർത്ത്. ഒരു കുട്ടി മറ്റൊരാളുടെ പോലെ ഒരിക്കലും ആവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞല്ല, എനിക്ക് ഈ കാണുന്ന വിഗ്രഹങ്ങളുടെ രൂപങ്ങളോടൊന്നും എനിക്കൊരു ബഹുമാനമില്ല. ഈ പ്രപഞ്ച ജാഗ്രതക്കാരനോടുള്ള ഒരു ബഹുമാനമാണ് എന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ. കാര്യം ലോകത്തിൽ ദൈവത്തിന്റെ പേരിൽ ഉള്ള 10, 35, 40 പുസ്തകങ്ങൾ ദൈവത്തിന്റെ ലൈബ്രറിയിലേക്ക് കൊടുത്ത ആൾ എന്ന രീതിയിൽ ഞാൻ അറിയപ്പെടണം. വ്യത്യസ്തനാണ്. ഇതേപോലുള്ള നിലപാടുകളാണ് ഞാൻ എഴുത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അല്പം കട്ടിയായ കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. കാര്യം യാതൊരു പിന്തുണയില്ലാതെ നമ്മുടെ പുസ്തകം ലോകത്തെല്ലാം മുക്കിലും മൂലയിൽ എത്തിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് ദൈവം എനിക്ക് തരുന്നുണ്ട്.
ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്നേക്കാൾ എന്നെ ഒരു എഴുത്തുകാരനാകാനായിട്ട് കഷ്ടപ്പെടുന്ന ദൈവമാണെന്ന് വിചാരിക്കും. കാര്യം ഞാൻ കോട്ടയത്തൂടെ ഓരോ ചെറിയ കച്ചവടങ്ങളും ആനയൊക്കെ ആയിട്ട് നടന്ന മനുഷ്യനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് തൃശ്ശൂർ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഈ സാഹിത്യ അക്കാദമിയെ കൊണ്ടുവന്നിട്ട് എന്നെ വീണ്ടും എഴുത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പുള്ളി എന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ ദൈവത്തിന്റെ പേരെ ടൈറ്റിൽ വെച്ചത്. അതുകൊണ്ട് എൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ എൻ്റെ നോവൽ, ഇന്ന് ഞാനിപ്പോൾ ഒരു നോവൽ ഉണ്ണിവായി കൊടുത്തിട്ടുണ്ട്, ദൈവജാഗ്രത എന്നാണ് നോവലിന്റെ പേര്. ആ നോവലിന്റെ തീം എന്തെന്നറിയോ? ആണുങ്ങളെ പെണ്ണുങ്ങളെ മൊഴി ചൊല്ലാനുള്ള മുസ്ലിം നിയമത്തിന്റെ പേരാണ് മുത്തലാഖ്. എന്നാൽ അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ മൊഴി ചൊല്ലാൻ നിയമമുണ്ട്, അതിന്റെ പേരാണ് ഫസ്ക്. ഫസ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന അതുവഴി തന്റെ ജീവിതത്തെ തിരിച്ചു പിടിച്ച ബാത്തിമ എന്ന ധീരവനിതയുടെ കഥ പറയുന്ന നോവലാണ് ഞാൻ ഉണ്ണിവായി കൊടുത്തത്. എനിക്കറിയാം അത് ഇവിടെ വിൽക്കത്തില്ല, വെളിയിൽ ഞാൻ വിൽക്കും. ഇവിടെ വിൽക്കണേ ഞാൻ മാർക്കറ്റ് വഴി പുക്കാസായി പോയി ചേരണം, അതിനെന്റെ പട്ടി പോകും. അത് ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരാൾ പറഞ്ഞു, നീ 1 വർഷം ഭരിക്കും, നിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി മെമ്പറായി നമ്മൾ അതിലും പറഞ്ഞു പൂങ്ങനത്തൊഴിൽ അതിൽ തലവെക്കുന്നതാണ് പറഞ്ഞു. എപ്പോഴും ഞാൻ പറഞ്ഞാണ് നിലപാടുകൾക്ക് വേണ്ടി ഒരു എഴുത്തുകാരൻ നിൽക്കണം. ഈ കൈവലങ്ങളുടെ ഒരൊറ്റ എഴുത്തുകാരൻ എനിക്ക് ബഹുമാനമില്ല. അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. ഒരു കാര്യം ഇവിടെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കൽപ്പറ്റ ബാലകൃഷ്ണൻ ചേട്ടൻ അനുസ്മൃതി എൻ്റെ മണ്ഡപത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു പുസ്തകം പോലും എഴുതാറുന്ന ഒരു കാലത്ത് ഞാനും ബാലകൃഷ്ണൻ ചേട്ടൻ തമ്മിൽ അത്ര വലിയൊരു ഹൃദയബന്ധമുണ്ടായി. ഞാൻ ഒരു പുസ്തകം പോലും എഴുതിയത് അറിയാതെയാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത കാര്യങ്ങളില്ല, ഞങ്ങൾ കൈമാറാത്ത രഹസ്യങ്ങളില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അസുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമോ വാക്യം.